പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആഷ്ന. ഞാൻ കായംകുളത്ത് നിന്ന് വരുന്നു. ഞാൻ മുതുകുളം സെൻറ്റ് ജോസഫ് ഇളവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ ആനി. ഞാൻ BSc ഫോറൻസിക് സയൻസ് പഠിച്ച് 2023 കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 വർഷത്തോളം എനിക്ക് പുറത്തു പോയി ഉപരിപഠനം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 വർഷത്തോളം വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടും സ്ഥലവും നിൽക്കുന്നത് നിലവായിട്ടുള്ള പ്രദേശത്താണ്. അതായത് നമ്മൾ കണ്ടം ഒക്കെ ആയിട്ടുള്ള പ്രദേശത്താണ്. അത് പുരയിടമാക്കിയാൽ മാത്രമേ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടത്തുള്ളൂ. അപ്പം ഈ വിദേശ ഉപരിപഠനം ആയതുകൊണ്ട് ഒരുപാട് ലക്ഷങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് എന്തായാലും ഈ സ്ഥലം പുരയിടമാണ്, നമ്മൾ തരം മാറ്റം ചെയ്താൽ മാത്രമേ എനിക്ക് ലോണ് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ ഈ 2 വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും പ്രോസസ്സിങ് ഒന്നും ആകുന്നില്ലായിരുന്നു. എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ഇങ്ങനെ കോളേജ് വെച്ച് പ്ലാൻ കുറച്ച് പേരൊക്കെ ഉണ്ട്, ഇങ്ങനെ കോളേജ് വെച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പുറത്തു പോയി പഠിക്കാം. അപ്പോൾ അവളുമാരെല്ലാവരും പോയി. അപ്പം ഞാൻ മാത്രം, എനിക്ക് നല്ല വിഷമം. എൻ്റെ കൂടെയുള്ള 3 ഫ്രണ്ട്സും പോയി. എനിക്ക് നല്ല വിഷമമായി, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ 2025 ഏപ്രിൽ 21 തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2 വർഷത്തിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എൻ്റെ ഈ വീടിൻ്റെ തരം മാറ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ അളക്കാനായിട്ടൊക്കെ വന്ന സർവേറും അവരൊക്കെ പറഞ്ഞു, മോളെ ഇത് നിനക്ക് അടുത്ത ഇൻടേക്കിൽ എന്തായാലും പോകാൻ പറ്റത്തില്ല. കാരണം ഇത് ഒരുപാട് മാസങ്ങൾ സമയമെടുക്കുന്ന കാര്യമാണ്. കാരണം 23 വർഷമായിട്ട് നിലവായിട്ട് കിടന്ന സ്ഥലമാണ്. അതാണ് നമുക്ക് പുരയിടമാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് മാസങ്ങൾ സമയമെടുക്കും. അപ്പം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മുൻഗണനയ്ക്കൊക്കെ കൊടുത്താലും ഡയറക്റ്റ് കളക്ട്രേറ്റിലൊക്കെ പോയി സംസാരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാനും എൻ്റെ പപ്പായും അമ്മയും ഉടമ്പടി എടുത്തവരാണ്. ഞാനും ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ 1 by 1 ആയിട്ട് തുടങ്ങി. ഞങ്ങൾ കളക്ട്രേറ്റിൽ പോയി. അപ്പോഴും ഞാൻ ഉടമ്പടി വസ്തുക്കളും എല്ലാം കൊണ്ടാണ് പോയത്. ഉടമ്പടി ഉപ്പും കാര്യങ്ങളും എല്ലാം കൊണ്ടാണ് പോയത്. രാവിലെ അവിടെ ചെന്നു. അവർ പറഞ്ഞ് കളക്ടറിൽ നിന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെടുത്ത്. അന്നേരം ഞങ്ങളുടെ അവസ്ഥയും പിന്നെ എനിക്ക് ആ ഒരു ഇൻടേക്കിൽ പോയില്ലെങ്കിൽ വീണ്ടും എൻ്റെ 2 വർഷവും കഴിഞ്ഞ് ഇനി അടുത്ത ഇൻടേക്കിൽ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യും, കളക്ടർ ഉച്ച കഴിയുമ്പം വരും. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഏകദേശം 2:30-ക്കും 3 മണിക്ക് ഇടയ്ക്കാണ് കളക്ടർ വന്നത് അവിടെ. അതും മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് കളക്ടർ വന്നു. ഞാനും പപ്പായും വീണ്ടും ഉടമ്പടി ഉപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ കളക്ടറിൻ്റെ റൂമിൽ കയറി കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ എമർജൻസി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ കളക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, കളക്ടർ ഇതുപോലെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്തായാലും മോളെ ഞാൻ നിനക്ക് സ്പീഡപ്പ് ആക്കി തരാം, ഒരു 3-4 മാസത്തിനുള്ളിൽ നിനക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ 3-4 മാസമല്ല, ഒരു 8-9 മാസത്തോളം എടുക്കുന്ന കാര്യമാണ്. കളക്ടർ 3-4 മാസം അത്രയും പെട്ടെന്ന് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടും എൻ്റെ മനസ്സിലൊരിതുണ്ട്, 3-4 മാസം തന്നെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഞങ്ങൾ അത് അത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞ് ഇറങ്ങാനായിട്ട് പോയപ്പോൾ കളക്ടർ എൻ്റെ അടുത്ത് ചോദിച്ച്, നിനക്ക് അങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. തികച്ചും ഒരു മാതാവിൻ്റെ ഇടപെടലാണ് കളക്ടർ വഴി ഞങ്ങളിന്ന് കണ്ടത്. കളക്ടർ ഇറങ്ങാൻ പോയി ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, നിനക്ക് അങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ച് പെട്ടെന്ന് ഫോൺ എടുത്ത് ആരോ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്ത്. പിന്നീട് ഈ തരം മാറ്റം അത് ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മൾ പഞ്ചായത്തിലും വില്ലേജിലും ഈ സർവേയറിൻ്റെ അടുത്തും താലൂക്കിലും എല്ലാം നമ്മൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കണം. അവരെല്ലാം എൻ്റെ അടുത്ത് ഒരുപോലെ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, നിനക്ക് മാത്രം ഇതെങ്ങനെ പെട്ടെന്ന് എല്ലായിടത്തും സാങ്ഷനായി വരുന്നു. കാരണം ഇത് നമ്മൾ ഫോം 5 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഈ പറഞ്ഞ വില്ലേജിലും കളക്ട്രേറ്റിലും കൃഷി ഓഫീസിലും എല്ലാം പാസ്സാകണം. വീണ്ടും ഫോം 6 ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പാസ്സാകണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഞങ്ങൾ ഉടമ്പടി ഉപ്പും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് പോയത്. അപ്പം ഇവർ തന്നെ പറയുന്നത്, നിനക്ക് മാത്രം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എല്ലാം പെട്ടെന്ന് ശരിയായി തരുന്നത്. കാരണം എമർജൻസി വെക്കുന്നവർക്കും അതിലും ഞാനും എമർജൻസി തന്നെ വെച്ചത്. പക്ഷേ എമർജൻസി വെക്കുന്നവരിലും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എനിക്ക് സാധിച്ചു കിട്ടി. അതുപോലെ തന്നെ പിന്നെ ഈ തരം മാറ്റത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി. എൻ്റെ എഡ്യൂക്കേഷൻ ലോണിനായിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ ഈ തരം മാറ്റത്തിൻ്റെ ഫൈനലായിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. നമുക്ക് ഫീസ് അടയ്ക്കണം അതിൻ്റെ. കാരണം നിലവായിട്ട് കിടന്നതുകൊണ്ട് 25 സെൻറ്റ് വരെയാണ് നമുക്ക്
ടാക്സ് അടയ്ക്കേണ്ടാത്തതുള്ളത്. ഞങ്ങൾ അളന്നു വന്നപ്പോൾ 26 ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു സെൻറ്റ് നമുക്ക് കൂടിപ്പോയതുകൊണ്ട് 76,000 രൂപയോളം ഞങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നു. പെട്ടെന്നാണ്, ഞങ്ങൾ അത്രയും എമൗണ്ട് പ്രതീക്ഷിച്ചിരുന്നില്ല ടാക്സ് അടയ്ക്കേണ്ടി വരുമെന്ന്. അങ്ങനെ പെട്ടെന്ന് അതും കൂടെ ചെയ്തല്ലേ എനിക്ക് ബാങ്കിലെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ടാക്സ് അടയ്ക്കേണ്ട ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിനോട് അത്രയും അടുത്തുള്ള ഒരു വ്യക്തിയുണ്ട്, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല. പുള്ളി ഞങ്ങളുടെ വീട്ടിലങ്ങനെ എപ്പോഴും വരാത്തേക്ക് ഒരാളാണ്. അന്ന് എന്തോ ഒരു ആവശ്യത്തിന് ഞങ്ങളുടെ വീട്ടിൽ വന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ വീട്ടിൽ നിൽക്കുന്ന കാര്യം അറിയാം, കാരണം പുറത്തു പോകാനായിട്ടുള്ള ഇതിലൊക്കെ നിൽക്കുന്ന കാര്യമൊക്കെ അവർക്കറിയാം. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ പോകുന്ന കാര്യമൊക്കെ എന്തായി? ഞാൻ പറഞ്ഞു, തരം മാറ്റത്തിൻ്റെ കാര്യമെല്ലാം ശരിയായി, എനിക്ക് ഇനി ഇത്രയും പൈസ ടാക്സ് അടച്ചാലേ ബാക്കി ബാങ്കിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ രാവിലെ റെഡി ആയിട്ട് നിൽക്ക്, നമുക്ക് പോയി അതിൻ്റെ റെസിപ്റ്റ് അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പുള്ളി തന്നെ എനിക്ക് പൈസ അടച്ച് ഞങ്ങൾ റെസിപ്റ്റ് വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അത് പുള്ളി വലിയ കാശുള്ള ആളൊന്നും അല്ല, പുള്ളി ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയാണ് എനിക്ക് പെട്ടെന്ന് 76,000 രൂപ അന്ന് സഹായിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. അതുപോലെ തന്നെ ഇത് പൈസ അടച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാങ്കിലെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും പൈസയ്ക്ക് ആവശ്യം വന്നു. നമ്മൾ ലോണ് നമുക്ക് റെഡിയായി കിട്ടുന്നതിന് മുൻപ് നമുക്ക് കോളേജിൽ കുറച്ച് പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പുള്ളി തന്നെ വീണ്ടും സഹായിച്ച്, ആ ഓട്ടോ ഓടിക്കുന്ന ആൾ വീണ്ടും സഹായിച്ച്. പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് 2 പ്രാവശ്യം കോളേജിൽ പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിന് മുമ്പായിട്ട്. ആദ്യത്തെ ഒരു പ്രാവശ്യം പുള്ളി കുറച്ച് സ്വർണവും കാര്യങ്ങളും തന്നെ സഹായിച്ചു. 2ാമത്തെ പ്രാവശ്യം പുള്ളിയുടെ പേരിൽ ലോൺ എടുത്ത് എനിക്ക് പൈസ പോകാനായിട്ടുള്ളത് തന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയായി, ലോണും എല്ലാം റെഡിയായി. ഞാൻ പോകാനായിട്ട് ഇനി എനിക്ക് വിസയ്ക്ക് വെക്കാനായിട്ട് എൻ്റെ ഇത്രയും കാര്യങ്ങൾ ശരിയായി വന്നപ്പം എനിക്കിനി കോളേജിൽ ക്ലാസ് തുടങ്ങുന്നതിന് കറക്റ്റ് 1 വീക്കേ ഉള്ളൂ. ആ ഒരു വീക്കിനുള്ളിൽ ഞാൻ വിസയ്ക്ക് വെക്കുകയും വേണം, എനിക്ക് വിസ വരുകയും വേണം, ഞാൻ ടിക്കറ്റ് എടുത്ത് പോവുകയും വേണം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരാഴ്ചയുള്ളൂ. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ എൻ്റെ കൂടെ കയറിപ്പോയിട്ടുള്ള പിള്ളേരും പറഞ്ഞു, നീ എന്തായാലും സ്റ്റാൻഡേർഡ് വിസ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരാഴ്ചക്കുള്ളിൽ കിട്ടത്തില്ല, കാരണം ഇപ്പോൾ പീക്ക് ടൈം ആയതുകൊണ്ട് നിനക്ക് സമയമെടുക്കും. അതുമാത്രമല്ല, നിനക്കിനി ടിക്കറ്റ് പോലും നീ എടുത്തിട്ടില്ല. ഈ ഒരാഴ്ചക്കുള്ളിൽ വിസ നീ അവിടെ പോയി VFSൽ പോയി അപ്ലൈ ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഞാൻ BSc ഫോറൻസിക് സയൻസ് ആയിരുന്നു പഠിച്ചത്. ഞാൻ MSc അഡ്വാൻസ്ഡ് സൈബർ സെക്യൂരിറ്റിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ VFSൽ പോയി. എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു 7 ദിവസത്തിനുള്ളിൽ, ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സാക്ഷ്യത്തിനകത്തൊരു കുട്ടി പറഞ്ഞു, 7 ദിവസത്തിനുള്ളിൽ സ്റ്റാൻഡേർഡ് വിസ ലഭിച്ചു, അവൾക്ക് വിസ ലഭിച്ചു എന്ന് പറഞ്ഞ് അവൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. ഞാനും ആലോചിച്ചു, ഞാൻ എന്തിനാ എക്സ്ട്രാ പൈസ അടച്ച് വെക്കുന്നത്? എനിക്ക് ഒരാഴ്ച സമയമുള്ളെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മ സഹായിച്ചു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് വിസ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അങ്ങനെ 7ാമത്തെ ദിവസം എനിക്ക് പിന്നെ വിസയ്ക്ക് വെച്ചിട്ട് വന്ന ഓരോ ദിവസം ഇങ്ങനെ കൗണ്ട് ഡൗണാണ് എൻ്റെ മനസ്സിൽ. വിസ വന്നില്ലല്ലോ, ഞാൻ സ്റ്റാൻഡേർഡ് വിസയാണ് വെച്ചിട്ടുള്ളത്, എനിക്ക് ക്ലാസ് തുടങ്ങാനുള്ള ടൈമായി, വിസ വന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടു. ഒരു കുട്ടി, അവൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു, അവളിവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു, അവൾക്ക് വിസ ഇതുപോലെ പുറത്തു പോകാനായിട്ട് ഇരിക്കുകയാണ്. അവൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾക്ക് വിസ വന്നതായിട്ട് ഞാൻ സാക്ഷ്യം കേട്ടു. അപ്പോൾ എനിക്ക് വീണ്ടും വിശ്വാസമായി. അങ്ങനെ 7ാമത്തെ ദിവസം എനിക്ക് വിസ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ദിവസം, സ്റ്റാൻഡേർഡ് വിസയാണ്, എന്നിട്ട് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് 7ാമത്തെ ദിവസം വിസ വരുമെന്ന്. ഞാൻ 7ാമത്തെ ദിവസം ഇവിടെ വന്നു. ആ കുട്ടി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. അവളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് അവൾക്ക് മെയിൽ വിസ വന്നു എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അമ്മയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഉടമ്പടി പുതുക്കി. 3ാമത്തെ വട്ടം ഉടമ്പടി പുതുക്കി. ഞങ്ങൾ ഉടമ്പടി വസ്തു കുറേ നേരം വെയിറ്റ് ചെയ്തു, വൈകിട്ട് വരെ ഞാൻ വെയിറ്റ് ചെയ്തു എൻ്റെ വിസ വരുമെന്ന് വിചാരിച്ച്. പക്ഷെ എൻ്റെ വിസ വന്നില്ല. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം വീണ്ടും വാങ്ങി ഞാൻ തിരിച്ചുപോയി. പിറ്റേ ദിവസം എനിക്കൊരു ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളുടെ റിലേറ്റീവ് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊല്ലത്ത് വെച്ചാണത്. അപ്പം ഞാനും എൻ്റെ പപ്പയും കൂടെ കൊല്ലത്ത് ഇതുപോലെ മരിപ്പിന് പോയിട്ട് രാത്രി സമയത്ത് ഞങ്ങൾ 2 വീലറിലാണ് ഞങ്ങൾ രാത്രി സമയത്ത് തിരിച്ച് വന്ന് ഇടയ്ക്ക് വെച്ച് പപ്പ ഒരു കടയിൽ കയറി, ഞാൻ റോഡിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. രാത്രി ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഫോൺ എടുത്ത് ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ മെയിലിൽ വിസ അപ്രൂവ്ഡ് ആയി എന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഞാൻ അത് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ മുന്നിലത്തെ ദിവസം സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്ന ദിവസമാണ് എൻ്റെ വിസ അപ്രൂവ് ആയിരിക്കുന്നത്.
ഞാൻ ഇവിടെ സാക്ഷ്യം പറയണം എന്ന് വിചാരിച്ച് വന്ന ദിവസം വിസ അന്നുകൊണ്ടാണ് എൻ്റെ വിസ അടിച്ചവർ തന്നിരിക്കുന്നത്. അതിന് ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു, അമ്മ വഴി എനിക്ക് ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന്. അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 28-നാണ് പോയത്, UK പോയത്. അതുപോലെ തന്നെ ഞാനിപ്പം അഡ്വാൻസ്ഡ് സൈബർ സെക്യൂരിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ചേട്ടൻ്റെ സ്വന്തം ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടി 10 ദിവസത്തേക്ക് വന്നതാണ്. 10 ദിവസത്തേക്ക് വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീക്കിലാണ് ഇങ്ങോട്ട് വന്നത്. ആ വരുന്ന സമയത്തിന് തൊട്ട് മുന്നിലത്തെ ദിവസം എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ക്യാൻസലായിപ്പോയി. യുദ്ധമൊക്കെ നടക്കുന്ന കാരണം റിട്ടേൺ ടിക്കറ്റ് ക്യാൻസലായി. ഞാൻ ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. ആ റിട്ടേൺ ടിക്കറ്റ് ക്യാൻസലായത് തന്നെ ഞാൻ അറിഞ്ഞില്ല. കാരണം എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നു നാട്ടിൽ വന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു കയറി പോകാൻ. എൻ്റെ കയ്യിൽ പൈസയും ഇല്ല. ഞാൻ ആലോചിക്കുമായിരുന്നു ഒരു 2-3 ദിവസം കൂടെ നീട്ടി ഈ 8-ാം തീയതി റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് ഒരു 11-ാം തീയതി എങ്കിലും ആക്കിയിട്ട് തിരിച്ചു പോകാനായിട്ട് ഞാൻ സൗദി അറേബ്യൻ എയർലൈൻസിലാണ് വന്നത്. അപ്പം ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി എത്ര രൂപയാകും. എൻ്റെ പൈസ ഇല്ല, പക്ഷെ ഞാൻ ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറി വിസിറ്റ് ചെയ്ത് നോക്കി ഒരു 2-3 ദിവസം കൂടെ നീട്ടുന്നതിന് എത്ര ആവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തപ്പം ഓൾറെഡി എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ക്യാൻസലായി. എനിക്ക് 14-ാം തീയതി അവരായിട്ട് തന്നെ റിട്ടേൺ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നു. എൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും ഞാൻ ക്യാൻസലേഷനും കാര്യങ്ങളൊന്നും വെക്കാതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ എന്തായാലും പൈസ അടച്ചിട്ടേ എനിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. ഇത് അവരായിട്ട് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാണ്. അത് മാതാവായിട്ട് എനിക്കത് ചേഞ്ച് ചെയ്ത് ക്യാൻസൽ ചെയ്ത് വേറെ ഡേറ്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതെൻ്റെ അമ്മ ഒരു പ്രാവശ്യം കിച്ചണിൽ നിന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കുക്കർ പൊട്ടിത്തെറിച്ചു. കുക്കർ നമ്മുടെ ടോപ്പിൽ അവിടെ റൂഫിൽ പോയി ഇടിച്ച് തിരിച്ച് അമ്മയുടെ ഫേസിൻ്റെ സൈഡിൽ കൂടെയാണ് കുക്കർ പോയത്. ഞാൻ വളരെ പേടിച്ചു. ഗ്യാസ് ലീക്കാവുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ പോയി ഗ്യാസ് ഓഫ് ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളെല്ലാവരും സേഫായിട്ടുണ്ട്, ഒന്നും പറ്റിയില്ല. എൻ്റെ ബ്രദറിൻ്റെ ലൈഫിലും ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ പപ്പായുടെ ലൈഫിലും നടന്നിട്ടുണ്ട്. അത് അവർ നേരിട്ട് വന്നിവിടെ സാക്ഷ്യം പറയും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ 1-ൽ കൂടുതൽ പ്രാവശ്യം മാതാവ് പച്ചത്തിരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഇവിടെ ആലപ്പുഴയിൽ 1-2 അനാഥാലയങ്ങളിലൊക്കെ ഞങ്ങൾ ഡ്രസ്സും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പൈസയും അവിടെ ഞങ്ങൾ പറ്റുന്നിടത്തോളം പ്രാവശ്യമൊക്കെ സന്ദർശിക്കുമായിരുന്നു. അങ്ങനെ പാവപ്പെട്ടവരെ അല്ലാതെ വീടിൻ്റെ അടുത്തും ഇങ്ങനെ കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉള്ള വീടുകളിലെല്ലാം നമ്മൾ ആൾക്കാരെ എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്നിടത്തോളം സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതമാണെങ്കിൽ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയായിരുന്നു. ഞായറാഴ്ച പോയതുകൊണ്ട് അല്ലാതെ എല്ലാ ദിവസവും പോയതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിച്ച് നടന്നൊരു വ്യക്തിയാണ് ഞാൻ. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നിൻ്റെ കാര്യത്തിൽ ഇനിയും സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കും, നീ ഡെയിലി പള്ളിയിൽ പോയി നോക്ക്. അങ്ങനെ ഞാൻ ഡെയിലി പള്ളിയിൽ പോകാനായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ വരുമ്പം ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കും, ഈ നമ്മുടെ മലയാളീസ് അല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കും, ആരെങ്കിലും ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ ചോദിക്കുമ്പം ഞാനാണ് മിക്ക ആളുകൾക്കും ആ ഒരു സാക്ഷ്യം ഫുള്ള് ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേഴ്സണൽ ചാറ്റ് ഉണ്ട്. ആ ചാറ്റിൽ ഞാൻ ഡെയിലി എനിക്ക് ദൈവം അന്ന് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അന്നത്തെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നന്ദി പറഞ്ഞ് നോട്ട് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാറുള്ളത്. ഇനിയും മുന്നോട്ട് എൻ്റെ മരണം വരെയും എനിക്ക് ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ മറ്റന്നാൾ തിരിച്ചു പോവാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. താങ്ക് യു. ഉയരത്തിൽ നിന്നും കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. സങ്കീർത്തനം 18-16 വചനങ്ങൾ. ദൈവം തൻ്റെ ജനത്തെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിന്ന് ആഴങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആഴമുള്ള വെള്ളം ഒരുപക്ഷെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ജോലിയില്ലായ്മകളും പ്രതിസന്ധികളുമൊക്കെ ആവാം. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ ഒരു ആത്മീയ വിശ്വാസ ബന്ധമാണ് നാം ഈ ദൈവവുമായിട്ട് സ്ഥാപിക്കുന്നത്. ആ ബന്ധമുള്ളപ്പോൾ ഉയരത്തിൽ നിന്ന് കൈനീട്ടി വിളിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പെരുവെള്ളത്തിൽ വീഴാതെ നമ്മെ പൊക്കിയെടുക്കുന്ന ഒരമ്മയുടെ സംരക്ഷണമാണ് നമ്മുടെ കൂടെയുള്ളത്. ചിലപ്പോൾ ജീവിതത്തിൽ നാം ആഴമുള്ള പെരുവെള്ളത്തിൽ വീഴാം, പക്ഷെങ്കിൽ ഉടമ്പടി വിശ്വാസം നമ്മെ വീണ്ടും പിടിച്ചുയർത്തുന്നതായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയോടൊപ്പം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ
ദൈവം നമ്മെ ഉയർത്തുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് ഈ സന്നിധിയിൽ നാം കേൾക്കുന്നത്. ആഷ്ന അഗസ്റ്റിൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ മോളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി ഉപരിപഠനം നടത്തണമെന്ന്. ഫോറൻസിക് സയൻസ് BSc എക്സാം പഠിത്തം കഴിഞ്ഞിട്ട് ഈ മകൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴും വളരെ ഏറെ തടസ്സങ്ങളും പ്രതിസന്ധികളുമാണ് ഉണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ ലോൺ കിട്ടണമെങ്കിൽ തരം മാറ്റം നടത്തണം, അത് കിട്ടണമെങ്കിൽ വീണ്ടും സമയമെടുക്കും. അങ്ങനെ കുറേ സമയം എടുക്കേണ്ട സമയത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ മകൾ ഉടനെ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. അച്ഛനും അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ മകൾ തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്ത ഉടനെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങളാണ് നമ്മളെ താങ്ങി നിർത്തുന്ന, കൈനീട്ടി ഉയർത്തിന്ന് കൈനീട്ടുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് കളക്ടറെ കാണാൻ പോയപ്പോൾ 3-4 മാസം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ എമർജൻസി വെച്ചാൽ പോലും അതിലും കൂടുതൽ സമയമെടുക്കും. പക്ഷേങ്കിൽ ഈ മകൾ വിശ്വാസത്തോടെ പറഞ്ഞത് അമ്മ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാം മുന്നോട്ട് പോവുകയാണ്. ആ കളക്ടറിൻ്റെ സാന്നിധ്യം തന്നെ ഒരു നല്ലൊരു ഇടപെടലായിരുന്നു, മാതാവിൻ്റെ ഇടപെടൽ തന്നെയായിരുന്നു. കാരണം ആ കളക്ടറിൽ കൂടെ തന്നെയാണ് ഈ മകൾക്ക് എല്ലാ കാര്യവും നടത്തുവാൻ സാധിച്ചത്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാനും ഉടമ്പടി വസ്തുക്കളായ കാശ്, രൂപ, ഉടമ്പടി ഉപ്പുമെല്ലാം ഈ അച്ഛൻ്റെയും മകളുടെയും കൈവശം ഉണ്ടായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കളക്ടറിനെ കാണാൻ പോകുന്നത്. ഓരോ പേപ്പർ ഫോർവേഡ് ചെയ്യുമ്പോഴും അവിടെയെല്ലാം പ്രാർത്ഥിച്ചാണ്, വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഒരു പേപ്പറെല്ലാം ഫോർവേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് 8 മാസം 1 വർഷം എടുക്കേണ്ട കാര്യങ്ങൾ സമയ ചുരുക്കത്തിന് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മാസങ്ങളല്ല വെറും ദിവസങ്ങളാണ് ഈ മകൾക്ക് വേണ്ടി വന്നത്. പെട്ടെന്ന് തന്നെ പല ഓഫീസിൽ കൂടെ കയറി ഇറങ്ങേണ്ട ഫയൽസാണ്. പഞ്ചായത്ത് ഓഫീസ്, താലൂക്ക് സർവേയർ, അങ്ങനെ പല ഓഫീസിൽ കയറി വരേണ്ട ഈ ഫയലുകൾ എത്രയും പെട്ടെന്ന് നമുക്കറിയാം. സമയ ചുരുക്കത്തിന് അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് എന്ത് തന്നെ ഏർജൻ്റായിട്ട് വേണമെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മ തന്നെയാണ് ആ കളക്ടറിൽ കൂടെ പെട്ടെന്ന് തന്നെ ആ കളക്ടറിൻ്റെ ഇടപെടൽ കൂടെ ആ സാന്നിധ്യവും ആ സംസാരവും ആ ഇടപെടലുമെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമായിട്ടാണ് ഈ മകൾക്ക് തോന്നിയത്. അങ്ങനെ ആ വലിയ മനുഷ്യൻ്റെ സഹകരണത്തിലെ സഹായത്വം കൂടിയാണ് ഈ മകൾക്ക് പെട്ടെന്ന് തന്നെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ സാധിച്ചത്. പിന്നീടുള്ളതാണ് ടാക്സ്. അതും വളരെ കാലമായിട്ട് ആ വ്യക്തി വീട്ടിൽ വരാതിരുന്ന വ്യക്തിയാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ആ വ്യക്തി വരികയും ഈ മകൾക്ക് 76,000 രൂപ പെട്ടെന്ന് കൈവശമില്ല. ആ കാശുണ്ടെങ്കിലേ അവർക്ക് ബാക്കിയുള്ള എഡ്യൂക്കേഷൻ ലോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ ആ വ്യക്തി തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, മോൾ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞാൽ എനിക്ക് ടാക്സ് കൊടുക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ ടാക്സിനുള്ള എമൗണ്ട് അവിടെ കിട്ടുകയാണ്. പിന്നീട് പറയണത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു ലോണുണ്ട്, ആ ലോൺ അടയ്ക്കേണ്ട കാശ് അടയ്ക്കണം. വീണ്ടും അവർ പ്രതിസന്ധിയിലായി. അവിടെയും ഈ വ്യക്തി തന്നെ വീണ്ടും ഇങ്ങോട്ട് വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇതാണ് പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട. എത്ര ലക്ഷങ്ങളായാലും എത്ര കടങ്ങളായാലും എത്ര ബുദ്ധിമുട്ടുകളാണെങ്കിലും ഈശോയും അമ്മയും ഇടപെട്ട് അമ്മ തന്നെയാണ് ഓരോരുത്തരെയും നമ്മുടെ കരങ്ങളിലേക്ക്, നമ്മുടെ കാര്യം നടത്തുവാനായിട്ട് നമ്മുടെ അടുക്കിലേക്ക് അയക്കുന്നത്. അങ്ങനെ ഈ മകൾക്ക് ആ കാര്യവും നടന്നു കഴിഞ്ഞു. പിന്നീട് ഈ മകൾക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ പേപ്പർ വർക്കും ക്ലിയറാക്കി. വിസയ്ക്കാണ് വെച്ചപ്പം തന്നെയും അത് സ്റ്റാൻഡേർഡ് വിസയ്ക്ക് എടുത്താൽ വീണ്ടും ബുദ്ധിമുട്ടാകും, അത് സമയമെടുക്കും. പിന്നീട് പല സാക്ഷ്യങ്ങളിലാണ് ഈശോയും അമ്മയും ഈ മകളോട് സാക്ഷ്യത്തിൽ കൂടിയാണ് സംസാരിച്ചത്. വേറൊരു വ്യക്തി 7 ദിവസത്തിനുള്ളിൽ പേപ്പർ വിസ കിട്ടിയതിൻ്റെ സാക്ഷ്യം കേട്ടു. അപ്പോൾ ആ മകൾ 7 ദിവസത്തിന് വേണ്ടി സാക്ഷ്യത്തിൽ പറഞ്ഞ് സംസാരിച്ചു, മാതാവിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. പിന്നീട് വേറൊരു സാക്ഷ്യം കേട്ടത്, ഒരു മകൾ ടിക്കറ്റ് എടുത്തു, വിസ വന്നിട്ടില്ല, വിസ വരാനായിട്ട് 1 ദിവസം ബാക്കിയുള്ളൂ. പക്ഷേങ്കിൽ ആ മകൾ ഇവിടെ വന്ന് എന്തോന്ന് എനിക്കൊന്ന് 2-3 മാസം മുമ്പാണ് ആ മകൾ വളരെ വിശ്വാസത്തോടു കൂടി വന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ ഉടനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മയുടെ സന്നിധിയിൽ. ടിക്കറ്റ് കയ്യിലുണ്ട്, വിസ കയ്യിലില്ല. ആ മകളിവിടെ പ്രാർത്ഥിച്ച് ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേന് ആ മകൾ സാക്ഷ്യ കൗണ്ടറിൽ വന്ന് സാക്ഷ്യം പറയുകയാണ്. ഞാൻ ടിക്കറ്റുമായിട്ടാണ് വന്നത്, പക്ഷേ വിസ കിട്ടിയില്ല. പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. രാവിലെ സ്വന്തം അമ്മയോട് പറഞ്ഞു, അമ്മയെ വിസ വന്നിട്ടില്ല, നാളെ എൻ്റെ ടിക്കറ്റാണ്. അമ്മ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, നമുക്ക് നേരെ അമ്മയുടെ അടുത്തേക്ക് പോകാം, കൃപാസന അമ്മയുടെ അടുക്കിലേക്ക് പോകാം, സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അങ്ങനെയാണ് ആ അമ്മയും മകളും രാവിലെ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഉച്ചയായപ്പോൾ അവർക്ക് വിസ കിട്ടുകയാണ്. വൈകുന്നേരം ഏകദേശം ഒരു സന്ധ്യ ആയപ്പോഴത്തേന് അവർ ഓടി വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ആ മകൾ ഇവിടെ നിന്ന് പോയത്. അത്രയ്ക്ക് ഉറപ്പാണ് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഇതാണ്.
സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയോട് പ്രാർത്ഥിക്കുന്ന എന്തും കിട്ടുമെന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ ഉടമ്പടി വിശ്വാസത്തോടെ പാലിക്കുമ്പോൾ, വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ഇടപെടുന്നത്. അങ്ങനെ തന്നെയാണ് ഈ മകളുടെ കാര്യവും. 7-ാം ദിവസം ഈ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്, അമ്മയെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. പക്ഷെങ്കിൽ അന്നത്തെ ദിവസം തിരിച്ചു പോയി. പിറ്റേ ദിവസം ഒരു മരണം ഉണ്ടായിരുന്നു, പോയി. പിറ്റേ ദിവസം ടിക്കറ്റ് മെയിൽ വന്നു. ചെക്ക് ചെയ്തപ്പോൾ 7-ാം തീയതി സെൻഡ് ചെയ്ത വിസയായിരുന്നു. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഓരോ കാര്യവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉയരത്തിൽ നിന്ന് കൈനീട്ടുന്ന ദൈവം, നമ്മെ പിടിച്ചുയർത്തുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയാണ് ഈ മകള് UK പോകാൻ സാധിക്കുകയും മാസ്റ്റർ ഇൻ അഡ്വാൻസ് സൈബർ സെക്യൂരിറ്റിയിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റഡി പഠിക്കുവാൻ സാധിക്കാനുള്ള ഒരു സാഹചര്യം ഈശോയും അമ്മയും ഒരുക്കി കൊടുത്തത്. അതിന് പ്രത്യക്ഷീകരണ അമ്മയുടെ സാക്ഷിയായിട്ട്, അമ്മയ്ക്ക് സാക്ഷ്യം പറയാനായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അമ്മയുടെ രോഗസൗഖ്യങ്ങളും. റിട്ടേൺ ടിക്കറ്റ് പോലും ക്യാൻസലായത് അമ്മക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയൊരാഗ്രഹം പോലും അമ്മ നടത്തി കൊടുക്കുകയാണ്, അമ്മയെ തിരിച്ചു പോകാൻ ഇച്ചിരി താമസിച്ചെങ്കിൽ എന്ന്. പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി, വീണ്ടും പൈസ ഇല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അവിടെയും അമ്മയുടെ ഒരു ഇടപെടലാണ്. നമ്മുടെ ഓരോ മക്കളുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് അമ്മ കൂടെ നിൽക്കുമ്പോൾ, നമ്മൾ കൂടെ നിൽക്കുമ്പോൾ അമ്മയും നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഈ മകളുടെ ആ ആഗ്രഹവും സാധിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ആ സ്നേഹവും അടുത്തറിഞ്ഞ സമയം മുതൽ, അതായത് ഉടമ്പടി എടുത്ത നാൾ മുതൽ ഒരു വിശ്വാസ ബന്ധമാണ്. ചിലപ്പോൾ ജീവിതത്തിൽ നാം ആഴമുള്ള പെരുവെള്ളത്തിൽ വീഴാം, പക്ഷെങ്കിൽ അവിടെയെല്ലാം ഉയർത്തുന്ന നമ്മുടെ ദൈവമുണ്ട് നമ്മുടെ കൂടെയെന്ന് നമുക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മ കൃപാസന അമ്മയോടൊപ്പം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമാണ് നമുക്ക് ആവശ്യമുള്ളത്. പരിശുദ്ധ അമ്മ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ എത്താൻ സാധിക്കുന്നതും സഹായിക്കുന്നതും പരിശുദ്ധ അമ്മയാണ്. കൃപാസനം അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്കും ആ ഉയരത്തിൽ നിന്നുള്ള കൈ നീട്ടുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും വിട്ടുകൊടുക്കാം. പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്ന് പൊക്കിയെടുത്തു എന്ന് സങ്കീർത്തനം പറയുന്നത് പോലെ നമ്മളെ പൊക്കിയെടുക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം തന്നെ വിട്ടുകൊടുക്കാം. വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ആഷ്ന അഗസ്റ്റിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.